മാതിരപ്പള്ളി സ്വദേശി അൻസിലിനെ കൊലപ്പെടുത്താൻ മാലിപ്പാറ സ്വദേശിനി കളനാശിനി വാങ്ങിയത് കഴിഞ്ഞ മെയ് മാസത്തിൽ. പോലീസിന്റെ തെളിവെടുപ്പിലാണ് ഇക്കാര്യം വ്യക്തമായത്. റിമാൻഡിലായിരുന്ന അദീനയെ 3 ദിവസത്തേക്കാണ് പോലീസിന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടുള്ളത്. കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ് സംഘം അദീനയെ ചോദ്യം ചെയ്തു വരികയാണ്. മാതിരപ്പള്ളി സ്വദേശി അൻസിലിനെ കഴിഞ്ഞ 30-ാം തീയതിയാണ് മാലിപ്പാറ സ്വദേശിനി അദീന കൊലപ്പെടുത്തിയത്. തുടർന്ന് അറസ്റ്റിലായ ശേഷം റിമാൻഡ് ചെയ്ത അദീനയെ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായാണ് കോതമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. പോലീസ് ഇൻസ്പെക്ടർ PT ബിജോയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നത്. കൊലപാതകത്തിന്റെ ചുരുളഴിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. കൊലപാതകത്തിന്റെ കാരണം, ആസൂത്രണം, മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ, വീട്ടിലെ CCTV ക്യാമറയുടെ DVR എവിടെ തുടങ്ങിയവയിലെല്ലാമുള്ള അവ്യക്തത നീക്കാൻ അദീനയിൽ നിന്നും വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കൊലപാതകവുമായി ബന്ധമുള്ള അദീനയുടെ വീടുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദീനയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അൻസിലിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കളനാശിനി വാങ്ങിയ കോതമംഗലം ചെറിയ പള്ളിത്താഴത്തെ കടയിലെത്തിച്ചുള്ള തെളിവെടുപ്പാണ് ആദ്യ ദിവസം നടത്തിയത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് കളനാശിനി വാങ്ങിയതെന്ന് അദീന പോലീസിനോട് പറഞ്ഞു. കടയിലുണ്ടായിരുന്നവരും അദീനയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അദീനയുടെയും കൊല്ലപ്പെട്ട അൻസിലിന്റെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് ഈ വിധത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. ഈ മൊഴികളും അദീനയുടെ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. GTV ന്യൂസ്, കോതമംഗലം.